നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നടക്കരുതേ, തരികിടയൊന്നും ചെയ്യരുതേ. മഴയും മഴവിലും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കാഴ്ചകളുടെ ലോകത്തിലൂടെ അനുഭവങ്ങളുടെ പ്രദക്ഷിണവുമായി ഒരു യാത്ര. കാട്ടിലെ കൂട്ടുകാർ. മമ്മി, എനിക്ക് ട്യൂഷന് പോകണം. മോനെ, ട്യൂഷന് പോണെങ്കി ഒത്തിരി കാശ് വേണ്ടേ? പിന്നെ കാശ് വേണ്ടേ? മോന് മമ്മി പറഞ്ഞു തരാലോ. ഓ, അപ്പുറത്തെ കുട്ടികളൊക്കെ ട്യൂഷന് പോകുന്നുണ്ട്, എനിക്ക് മാത്രം എന്താ? മോനെ, അവരൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവരാ, നമ്മളോ? ഓ, മോനെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. മോന് പഠിക്കാനുള്ള കാര്യങ്ങൾ അമ്മ പറഞ്ഞു തരാലോ. വേണ്ട, എനിക്ക് ആരും പറഞ്ഞു തരണ്ട. മോനെ, ഓ എന്റെ ദൈവമേ, ഇതിപ്പോ ആകെ കുഴഞ്ഞല്ലോ. ട്യൂഷന് പോണെങ്കി കാശ് വേണം. ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാ? അല്ലേലും പപ്പീസ് പറയുന്നതിലും കാര്യമുണ്ട്. മക്കള് പഠിക്കാൻ വേണ്ടി രക്ഷിതാക്കളോടല്ലാതെ ആരോട് അവര് പറയാ? ഹാ, പിള്ളേരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരിയാ, പഠിക്കാൻ അവർക്കും താല്പര്യമുണ്ട് എന്ന് മനസ്സിലായില്ലേ? നേരാ. പക്ഷേ പണം. നമ്മൾ അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വഴി ഈശ്വരൻ കാണിച്ചു തരും. ഗംഭീർ വീട്ടില് ഒരേ ഒരു വാശിയാ, ആഹാ. അപ്പടി വഴക്ക. എന്തായാലും പുതിയ വർഷം അധ്യയനം തുടങ്ങുകയല്ലേ, നമുക്ക് അവരെ ട്യൂഷന് വിടാം. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ പണം അതെങ്ങനെ കണ്ടെത്തുന്ന പേടി. ഒന്നും പേടിക്കാനില്ലെന്നേ, പണമൊക്കെ ഏതെങ്കിലും വഴിക്ക് വരും. ആ, വരുന്നത് പോലെ വരട്ടെ. ആ, അല്ല, ഈ പറഞ്ഞത് വല്ലതും നടക്കുവോ? പിന്നില്ലാതെ ചേട്ടൻ വിചാരിച്ചാൽ നടക്കാത്തത് എന്താ? ദേ, ഈ സ്കൂള് തുറക്കണ സമയം തന്നെ ട്യൂഷൻ സെന്ററിലൊക്കെ ആരെങ്കിലും വരുവോ? ഇത് നല്ല കഥ. ഇപ്പൊ അവധിക്കാലത്ത് പോലും പിള്ളേർക്ക് ട്യൂഷന്. അല്ല, എങ്കിലും അതിന് നമുക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ വേണ്ടേ? അത് പിന്നെ അതൊക്കെ വേണ്ടേ? അല്ലാതെ പിന്നെ എടോ, സ്കൂളിന്റെ പടി കാണാത്ത ഞാൻ. എന്തിനാ അങ്ങനെ ചിരിക്കുന്നേ? വാട്ട് എ ഫൂൾ മാൻ. താൻ എന്തൊരു വിഡ്ഢിയാണോ? എന്താ ഇപ്പോ എന്താ പറഞ്ഞത്? എന്ത്? ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്, ഇതാണ് ഇംഗ്ലീഷ്. അതെ, ഇത് മതി, ഇത് മാത്രം മതി. അത്യാവശ്യം ഒരു ഇംഗ്ലീഷ്, ഇത് മാത്രം മതി ട്യൂഷൻ സെന്റർ തുടങ്ങാൻ. ഇത് ധാരാളമാണ്, ഇത് ധാരാളം. എനിക്ക് എന്തോ ഒരു ഭയം. എന്തിനു ഭയപ്പെടണം? ഞാനില്ലേ എല്ലാം ശരിയാക്കാൻ. ഈ കപിൽ വരും, എല്ലാം ശരിയാകും. എന്റെ കപിലെ, ഇത് കൈവിട്ട് കളിയാ കേട്ടോ. എന്റെ കൂരിച്ചേട്ട്, ട്യൂഷൻ എന്നും പറഞ്ഞ് എന്തെങ്കിലും രണ്ടക്ഷരം പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താലേ കൈ നിറയെ കാശ. ഓഹോ, എങ്കിലൊന്ന് ശ്രമിക്കാം അല്ലേ? പിന്നല്ലാതെ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാമെന്നേ. അല്ല, നമ്മൾ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവരാണെന്ന് ഈ കാട്ടിലെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെയോ? അതല്ല കളി. നമ്മൾ കളി മറ്റൊരു സ്ഥലത്ത് നടത്തുന്നു. മനസ്സിലായില്ല. Go to പങ്കിലങ്കാട്. ഓ, ഇറ്റ്സ് ഓക്കേ, കം ഓൺ മാൻ. പിന്നെ ഈ ട്യൂഷൻ സെന്റർ തുടങ്ങിയത് ആരാണെന്നാ പറഞ്ഞത് മക്കളെ?
പുറത്തുനിന്ന് വന്ന സാറുമാരാ. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? അതിന് ഇന്നലെ തുടങ്ങിയല്ലോ സാറേ. നല്ല പോലെ പഠിക്കണം. കാശ് കുറെ ചെലവാക്കുന്നതാ. അറിയാം സാർ. ഞാൻ നീലമലക്കാട്ടിൽ ശാന്തിയാശ്രമത്തിൽ ധ്യാനത്തിന് പോകുക. കുറച്ച് ദിവസം കഴിഞ്ഞ് വരൂ. സാറ് പോയി വിളിക്കണല്ലോ. ഞങ്ങൾ നല്ല മിടുക്കന്മാരുണ്ടോ? വെരി ഗുഡ്, വെരി Thank you, sir. ഗുഡ്. എങ്കിൽ നിങ്ങൾ ചെല്ലേ, ഞാൻ ഇതുവഴി പോകട്ടെ. ശരി സാർ. ശരി സാറേ. ബൈ. വാ നമുക്ക് പോവാ. പോകാം. ഡബോ, ഇന്നലെ ഞാൻ ഒരു വിധം അങ്ങോട്ട് രക്ഷപ്പെട്ടു. എന്റെ കൂറിച്ചിട്ട പേടിക്കാതെ. കപിലിന് അത് പറയാം. പിള്ളേർ എന്തേലും ചോദ്യം ചെയ്താലേ കൊടുങ്ങുന്നത് ഞാനാ. എല്ലാം ശരിയാകുമെന്നേ. ആരോ വരുന്നുണ്ടല്ലോ. അവരൊക്കെ എത്തി കേട്ടോ. സാറിന്റെ ഗമിയൊക്കെ ശരി, വേണ്ടി ശരി. കസേരയിൽ ഇരിക്ക്. എല്ലാരും എത്തിയോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് 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 കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇങ്ങനെ തന്നെ. തുടങ്ങിക്കോ. ഓക്കെ സെറ്റ് 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 സെറ്റ്. അതെന്താണ് സെറ്റ്? then what is the വിശേഷം? എന്തൊക്കെയാണ് വിശേഷം? സുഖമാണ് സാറേ. ഓൾ ആർ ഫീസ് കൊണ്ടുവരാൻ എല്ലാവരും ഫീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ പണം ഗിവ് ടു കപിൽ. കപിലിന്റെ കയ്യിൽ കൊടുത്തു. ഇനി നമുക്ക് ഗോ ടു ദ ക്ലാസ്സസ്. ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പൊ സാർ, അപ്പോ ഇതല്ലേ ക്ലാസ്? ഇത് തന്നെ ക്ലാസ്. നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള വിഷയം ഏതാണ്? അത് ചോദിക്കാണ്ട് ഇംഗ്ലീഷ്. ഓഹോ, എല്ലാവർക്കും ഇംഗ്ലീഷാ സാറേ വിഷമം. എനിക്കും അതാണ് അറിയാത്തത്. അയ്യോ, എന്ത് മണ്ടത്തരമായി പറയുന്നു. അതായത് അപ്പോ ഓക്കെ ഓക്കെ, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. Then everybody speak English. Once upon a time, it was a very big time. Jingle, jingle, little star. Rain, rain, go away. Come again. സാറെന്ത് ഭ്രാന്ത് പറയാണോ? There was a big forest at some villages this time. Okay, okay, okay. ടൈപ്പെന്ന് തോന്നണട്ടാ. Okay, students. ഇന്നത്തെ ക്ലാസ് is over. Then we will meet next Sunday. Okay, 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 okay. Bye. ശരി, ഓക്കെ സാറേ. See you tomorrow. Good dreams and good night, sir. Okay, okay, okay. Welcome, welcome. Graduated to you. ഇത് കൊള്ളാലോ. എന്റെ അബോ, പിള്ളേരുടെ ഒരു ഒടുക്കത്തെ പൊടിച്ച് ഇംഗ്ലീഷ്. കൂർച്ചേട്ടന് മൂസല്ലായിരുന്നു നീ. ഓ, ഞാൻ വായിൽ തോന്നിയത് പറഞ്ഞതാ. അയ്യോ, അങ്ങനെ തോന്നില്ല കേട്ടോ. ഓ, ഈ പിള്ളേര് നമ്മളെ ശരിയാക്കുമെന്ന് തോന്നുന്നേ. ഏയ്, അല്ല, അവന്മാര് പോകുമ്പോ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മനസ്സിലായില്ല. മനസ്സിലായില്ലെന്നേ. കപിലിന് മനസ്സിലായോ? അപ്പൊ അത് അവരെന്താ പറഞ്ഞത്? സാർ ഇത്രയും നേരം എടുത്ത ക്ലാസ് എല്ലാം അവർക്ക് മനസ്സിലായെന്ന്. അപ്പൊ കപിലിന് ഇംഗ്ലീഷ് ഒക്കെ അറിയുമോ? പിന്നെ I am going to school and study English and English grammar. What a performance. മോനെ, ദേ ബാങ്കിൽ നിന്ന് വന്ന പേപ്പറാ. എന്താണാവോ, ജപ്തി വല്ലതും ആയിരിക്കോ? മോൻ ഇത് വായിച്ചിട്ട് പറ. നോക്കട്ടെ എനിക്ക് നോക്കട്ടെ. പേടിയാവുന്നു. പേടിക്കൊന്നും വേണ്ട, അതൊന്നും ആയിരിക്കില്ല. അയ്യോ മമ്മി, ഇതിൽ മൊത്തം ഇംഗ്ലീഷ് ആണല്ലോ. അതിന് ഇംഗ്ലീഷ് വായിക്കാൻ നിനക്ക് അറിയില്ലേ? അത് പിന്നെ ഞാൻ പഠിച്ചു വരണല്ലേ ഉള്ളൂ. അറിയുന്നത് പോലെയൊക്കെ വായിക്കേ. ഓ, അതുകൊണ്ട് കാര്യമില്ല മമ്മി, ഇതിന്റെ അർത്ഥം അറിയണ്ടേ? അത് നേരാ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? വമ്പൻ സാറിനെ കണ്ട് കാര്യം പറയാം. അയ്യോ, സാറ് വായിച്ച എന്താണെന്ന് പറഞ്ഞു തരൂലോ. അതിന് വമ്പൻ സാർ ഇവിടെ ഇല്ലല്ലോ. സാറ് ധ്യാനത്തിന് നീലമലക്കാട്ടിൽ ശാന്തിയാശ്രമത്തിൽ പോയിരിക്കുക. അയ്യോ, എന്താ ട്യൂഷന് പോയ ശേഷം മമ്മിയെ പഠിപ്പിക്കുകയാണോ പപ്പീസേ? ബാങ്കിൽ നിന്നൊരു പേപ്പർ വന്നു. അത് ഈ പപ്പീസിനെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ അവനൊന്നും മനസ്സിലാവുന്നില്ലാന്ന്.
നമുക്ക് മനസ്സിലാവുന്ന സാറിനെ കാണിക്കാലോ. ആ, അതിന് വമ്പൻ സാർ ഇവിടെ ഇല്ല, അതല്ലേ പ്രശ്നം. വമ്പൻ സാറല്ല, ഇവരുടെ ട്യൂഷൻ സാറ് ഭയങ്കര ഇംഗ്ലീഷാന്നാ കേട്ടത്. ഓ, ഞാനതങ്ങ് മറന്നു. അവരെ കാണിക്കാം, അതാ നല്ലത്. പപ്പീസേ, ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ആ, ഞാനും വരാം. അല്ല, നമ്മുടെ പിള്ളേരുടെ പഠന നിലവാരം ഒന്ന് അറിയാലോ. ശരിയാ. എന്നാ പിന്നെ അയ്യോ, ഈ ബാഗിൽ കുറച്ച് കാച്ചില പറമ്പിന്ന് പറിച്ചതാ, അകത്തേക്ക് വെച്ചു. ആ, നമുക്ക് പോവാം. ശ്ശെടാ, ഈശ്വര, ആകെ കുഴപ്പത്തിലാകുമല്ലോ. ഈശ്വര, എന്തൊക്കെയാ സംഭവിക്കുന്ന ആർക്കറിയാം. ഈ മോട്ടോനെയും പപ്പീസിനെയും കാണുന്നുമില്ല. ആ, എത്തിയോ? ടെൻഷനായി പോയി. എന്താ ഗംഭീര ഇത്ര ധൃതിയിൽ പുസ്തകം എടുക്കാതെ? ഒന്നും പറയണ്ട, എന്താ? ടെൻഷനായി. നമ്മുടെ ട്യൂഷൻ സാറിന്റെ അടുത്തേക്ക് മമ്മിയും പപ്പീസിന്റെ മമ്മിയും പോയിട്ടില്ലേ? പ്രശ്നവും ഇംഗ്ലീഷിൽ എഴുതിയൊരു പേപ്പർ ആയിട്ടല്ല അവര് പോയിരിക്കണത്. നമ്മൾ വഞ്ചിക്കപ്പെട്ട കാര്യം ആദ്യമേ വീട്ടിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ദേ, മറ്റുള്ളവർ ട്യൂഷന് പോകുന്നത് കണ്ടപ്പോ കൊതിയോണ്ടാ ഞാൻ വീട്ടിൽ പറയാണ്ട് ഒരു വിവരവും ഇല്ലാത്ത സാറിന്റെ അടുത്തേക്ക് പോയത്. എനിക്കറിയാമായിരുന്നു, ഒക്കെ പുറത്തേക്ക് വരട്ടെ. അയ്യോ, എന്നാലും ഒരു എന്നാലുമില്ല. എത്ര കഷ്ടപ്പെട്ടാ നമുക്ക് നമ്മുടെ രക്ഷിതാക്കൾ ഫീസ് ഉണ്ടാക്കി തരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചില്ല. നേരാ, അവരിവിടുന്ന് ഓടിക്കണം. എന്തോ ഒരു പേടി പോലെ. ഒന്നും പേടിക്കണ്ടെന്നേ, ഇന്ന് ഒരു സ്ഥലം വിടും തീർച്ച. വാ. ശരി ശരി. ഇരിക്കുന്നുണ്ടല്ലോ. എന്താ സാറേ അതിൽ എഴുതിയിരിക്കുന്നത്? സീരിയസ് ആയിട്ട് എന്തുവാണ് എഴുതിയിരിക്കുന്നത്? സാറ് പെറുക്കണത് കണ്ടില്ലേ? അല്ല സാറേ, വല്ല ജപ്തി വല്ലതും ആണോ? സാറേ, ഉറക്കുന്ന വായിക്ക്, ഞങ്ങൾക്കൊന്ന് കേൾക്കട്ടെ. അയ്യോ കപിലേ, എനിക്ക് കണ്ണട വെക്കാത്തത് കൊണ്ട് കാണുന്നില്ല കപിലേ. കപിലൊന്ന് വായിച്ചു കൊടുക്ക്. അത് പറ്റത്തില്ല, ഇന്ന് ഞാൻ വായിക്കില്ല. എനിക്കിന്നേ വായനാവൃതമാ. അങ്ങനെ ഒരു വ്രതമുണ്ടോ? അല്ല, എല്ലാവരും ഉണ്ടല്ലോ. ആ, ഞാൻ വരുന്ന വഴിയാ. സാറേ, ഞങ്ങളൊരു പേപ്പർ ഈ ട്യൂഷൻ മാഷെ കാണിക്കാൻ വന്നതാ. എന്നിട്ട് അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോ? ദേ, ഇപ്പൊ കൊടുത്തതേ ഉള്ളൂ. ആ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കൂ ഗോരു മാഷേ. വേഗാവട്ടെ. സാറേ, രക്ഷിക്കണം സാറേ, ഞങ്ങള് എല്ലാവരെയും പറ്റിച്ചു. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല സാറേ, നേരവണ്ണം മലയാളം പോലും അറിയില്ല സാറേ. രക്ഷിക്കണം സാറേ. കള്ളന്മാരെ. അമ്പടാ, നിങ്ങൾ പറ്റിച്ചത് ആരെയാണെന്ന് അറിയാമോ? നിത്യവൃത്തിക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന പാവങ്ങളെയാ, അവരുടെ മക്കളെയാ. നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മുഴുവനും നിങ്ങളുടെ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, സ്വന്തം മക്കളെ നല്ല നിലയിൽ എത്തണം എന്ന ആഗ്രഹം കൊണ്ട മാതാപിതാക്കൾ സാമ്പത്തിക പരാധീനതകൾ മറന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഒരു പ്രാവശ്യമേ ഉണ്ടാകൂ. ഈ കിട്ടുന്ന അവസരം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സഹായിക്കുവാനുമായിരിക്കണം. അല്ലാതെ ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം സാറേ. സുവിശേഷത്തിന്റെ താളുകളിലൂടെ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ടിങ്കു. തുറക്കാം വചനത്തിന്റെ വാതായനം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. എന്തുവാടാ? എനിക്കൊന്നൊരു വാക്യം പറഞ്ഞു. നിനക്കൊന്ന് വാക്യം പഠിക്കണമെന്നുണ്ടോ? ഓ, അതെന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അതെന്റെ തീരുമാനം. എന്ത് തീരുമാനം അത്? ഓരോ ദിവസവും ഓരോ വാക്യം. ഓ, ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം ഓരോന്ന് താൻ ജീവിതത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ചു. കൂട്ടുകാരെ, അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നാം മനഃപ്പാഠമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപത്തോട് അകന്നു നിൽക്കാനായിട്ട് സാധിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം ഒരു കണ്ണാടിയാണ്. ആട്ടെ, ഞാനൊരു വാക്യം പറഞ്ഞു തരട്ടെ ടെങ്കുവിന്? ഞാൻ പറയാം. ഓക്കെ. എഫെസ്യർ 5:1. ഓക്കെ. പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. എനിക്കറിയാം.
ഓ അത് ശരി, നിനക്കറിയാമോ? അറിയാം. ഓക്കെ, എന്നാ ഒരു പ്രാവശ്യം കൂടി നീ ഒന്ന് പറയാമോ? ഞാൻ പറയാം. ആ പ്രിയാക്കൾ എന്ന പോലെ ആ ദൈവത്തെ ആ അനുകരിക്കും. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഞങ്ങളെ ആ പ്രിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയമക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ചിലരോട് കൂടുതൽ ഇഷ്ടം തോന്നാം. അതെ അങ്കിൾ. നിനക്ക് നിൻ്റെ കൂട്ടുകാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? കിട്ടാനോട്. അതെ, ദൈവത്തിന് നമ്മളെല്ലാം പ്രിയമക്കളാണ്. അപ്പം നാം ഓരോരുത്തരും ദൈവത്തെ അനുകരിക്കണം. പ്രിയമക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതെ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഒരു സ്ഥലത്ത് അനീറ്റ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അങ്കിൾ അതാരാ? ഒരു പെൺകുട്ടിയായിരുന്നു. ഓക്കെ. ഓൾറെഡി. അപ്പോൾ ഈ അനീറ്റ ഒരു ദിവസം വീട്ടിൽ വന്നു. ഈ പെൺകുട്ടിയെക്കുറിച്ച് നല്ല സാക്ഷ്യമുള്ളത് കേട്ടോ. അതെന്താ അങ്കിൾ? എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവൾ നന്നായിട്ട് പാട്ടൊക്കെ പാടും, പിന്നെ ബൈബിൾ വായിക്കും, എന്നും പ്രാർത്ഥിക്കും, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കും. ഇതെല്ലാം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അനീറ്റ. ഞാനങ്ങനെ. നീ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ പെൺകുട്ടി ഒരു ദിവസം വന്ന് വളരെയധികം വാശി പിടിച്ചു. അയ്യോ അത് തെറ്റല്ലേ? മാതാപിതാക്കൾ വിചാരിച്ചു ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നത്. എന്തായിരുന്നു ഞങ്ങൾ അവളുടെ ആഗ്രഹം? അവൾ പറഞ്ഞത് എൻ്റെ തലമുടി മൊട്ടയടിക്കണം. അയ്യോ പെൺകുട്ടികളോ? മാതാപിതാക്കളും വളരെയധികം വിഷമിച്ചു. ഇവളെന്താ ഇങ്ങനെ പറയുന്നത്, തലമുടി മൊട്ടയടിക്കണം. ഒടുവിൽ മാതാപിതാക്കൾ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി തല മൊട്ടയടിച്ച് പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോയി. വൈകിട്ടായപ്പോൾ ഒരു മാതാവ് ഇവരെ കാണുവാനായിട്ട് വന്നു. എന്തിനാണെന്നറിയാമോ? അവരുടെ മകളും മൊട്ടയടിച്ചാണ് വന്നിരിക്കുന്നത്. അത് നല്ല കാര്യമല്ല. പക്ഷേ ഇതിൻ്റെ എന്താ കാര്യം എന്നറിയാമോ? എന്താ? അവരുടെ മകൾക്ക് ഒരു ക്യാൻസർ രോഗം പിടിച്ച് ആ പെൺകുട്ടി അവളുടെ തലയിലെ മുടിയെല്ലാം പോയി. അവൾക്ക് സ്കൂളിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ ഈ കൂട്ടുകാരി പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ തലമുട്ടയടിക്കാം, നമുക്ക് ഒരുമിച്ച് സ്കൂളിൽ പോകാം. അപ്പോഴാണ് ആ മാതാപിതാക്കൾക്ക് തങ്ങളുടെ പ്രിയ മകളുടെ നല്ല സ്വഭാവത്തെ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾ ഒരിക്കലും തങ്ങളുടെ മകളിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല. തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി, ആ കൂട്ടുകാരി പഠിക്കാൻ വേണ്ടി, സ്കൂളിൽ വരാൻ വേണ്ടി, മറ്റുള്ളവർ കളിയാക്കാതിരിക്കാൻ വേണ്ടി അവളെപ്പോലെ ഈ പെൺകുട്ടിയും ആയിത്തീർന്നു. ഇതുപോലെയാണ് ദൈവവും നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നു. എത്ര വലിയ സ്നേഹമാണല്ലേ? അതുകൊണ്ടാണ് നാമും ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നാമും ജീവിക്കണം. വേദനിപ്പിച്ച മാത്രം പോരാ, അനീറ്റയുടെ ജീവിതത്തിലെ തീരുമാനം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. നമ്മുടെ കൂട്ടുകാരുടെ അവസ്ഥകളെ മനസ്സിലാക്കി നാം സഹായിക്കുന്നവരായി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, ദൈവസ്നേഹം വിളമ്പുന്നവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓക്കെ, ദൈവം അതിനായി സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇഷ്ടായോ ഇന്നത്തെ കാഴ്ചകളും അനുഭവങ്ങളും? ഇഷ്ടമായെങ്കിൽ പേൻ എടുക്കുക, എഴുതുക. കത്തുളയ്ക്കുന്ന വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്തയാഴ്ച പുതിയ ഒരു പിടി രസക്കൂട്ടുകളുമായി എത്തുന്നതുവരെ ബൈ.